എറണാകുളത്തേക്ക് പോകുമ്പോൾ അവിടെ കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണു. വടക്കുംഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിലാണ് ആന വീണത്. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റിവിടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇത് കൊടപടി പഞ്ചായത്തില് വടക്കുംഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലാണ്. കുടിവെള്ള കിണറാണ്. കുടിവെള്ള കിണറ്റിലേക്കാണ് ആന, കൊമ്പനാനയാണ് അടിക്കുന്നത്. ഏകദേശം 15 വയസ്സ് പ്രായമുള്ള ആനയാണ്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ആന കിണറ്റിൽ തന്നെ കിടക്കുകയാണ്. വന്യജീവി ശല്യം രൂക്ഷമായതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ആനയെ കയറ്റിവിടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം കൂടിയുണ്ട്. എന്തൊക്കെ നടപടികൾ നടക്കുന്നു അവിടെ? പുലർച്ചെയാണ് ഈ കിണറ്റിൽ വീണ കാട്ടാനയെ നാട്ടുകാർ കാണുന്നത്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം ഭാഗത്താണ് ഈ ആന കിണറ്റിൽ വീണത്. ജനവാസ മേഖലയാണ്, നിരവധി വീടുകളുള്ള പ്രദേശമാണ്. കാട്ടാന ശല്യം മുമ്പും നേരത്തെ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. വലിയ രീതിയിൽ ജനകീയ പ്രതിഷേധം ഉയർന്ന ഒരു സ്ഥലം കൂടിയാണ്. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നിലവിൽ ഈ കിണറ്റിൽ കുടിവെള്ള കിണറാണ്. ഈ കിണറ്റിലാണ് കാട്ടാന അകപ്പെട്ടിരിക്കുന്നത്. കൊമ്പനാനിയാണ്. ഈ കാട്ടാനയെ കിണറ്റിൽ അകപ്പെട്ടതോടുകൂടി പ്രദേശത്ത് നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനാവുന്ന കാര്യം. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ ആനയെ ഇവിടെ നിന്ന് കയറ്റിവിടാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഒരു പ്രതിസന്ധി മറികടക്കണം, പ്രതിഷേധം മറികടക്കണം എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കാരണം ഈ സ്ഥലത്ത് തന്നെ ഇതിന് സമീപത്തായി തന്നെ മുമ്പും നേരത്തെ കാട്ടാന കിണറ്റിൽ അകപ്പെട്ടിട്ടുണ്ട്. കിണറ്റിൽ അകപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ആ ആന, അന്ന് കിണറ്റിൽ അകപ്പെട്ട ആന ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ആനയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആനയെ അവിടെ നിന്ന് പിടികൂടി മാറ്റണമെന്നൊരു ആവശ്യം ആ ഘട്ടത്തിൽ ആളുകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആനയെ പിടികൂടി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി പിന്നീട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് ആളുകളെ അവിടെ നിന്നെല്ലാം മാറ്റിയ ശേഷമാണ് ഈ ആനയെ അവിടെ നിന്ന് കരയ്ക്ക് കയറ്റുകയും ചെയ്തത്. പക്ഷേ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടന്നില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പായില്ല. ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്കുറി അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള വാഗ്ദാനങ്ങളോ ഉറപ്പുകളോ ഒന്നും തന്നെ തങ്ങൾക്ക് ആവശ്യമില്ല. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, പ്രത്യേകിച്ച് ഈ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നത്. അതായത് മുൻപ് അത്തരമൊരു ദുരനുഭവം ഉണ്ടായി, പറഞ്ഞ വാക്ക് അധികൃതർ പാലിച്ചില്ല. അതുകൊണ്ട് ഈ കാട്ടാനെ കയറ്റുന്നതിന് മുൻപ് അത്തരം ചില നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗം അവർ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ എന്തായാലും ഈ കാട്ടാനയെ പുറത്തേക്ക് കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തുണ്ടോ? എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ നാട്ടുകാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ആനയെ സ്വാഭാവികമായും ഏതൊക്കെ രീതിയിൽ പ്രതിഷേധമുണ്ടെങ്കിലും ഒരു വന്യജീവിയാണ്, ആനയാണ് കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്നത്. ആനയുടെ ജീവൻ രക്ഷിക്കേണ്ടതും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവനും സുരക്ഷ ഒരുക്കണം എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. ഈ രണ്ട് കാര്യത്തിനും പ്രാധാന്യം നൽകിയുള്ള നടപടിക്രമങ്ങളായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോവുക. എന്തായാലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഇവിടെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കാട്ടാനകളെ, അതായത് കോട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ ഈ വന്യജീവി ശല്യം രൂക്ഷമാണ് എന്നുള്ളത് കാലങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നമാണ്. ചിലയിടങ്ങളിൽ ഫെൻസിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹാങ്ങിങ് ഫെൻസിംഗ് അടക്കം കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ജനങ്ങൾ നേരത്തെ തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഈ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഓരോ ഘട്ടത്തിലും ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും, അതിനുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അത് പൂർണ്ണതോതിൽ നടപ്പായിട്ടില്ല എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും നിരവധി ജനവാസ മേഖല, അല്ലെങ്കിൽ നിരവധി വീടുകൾ ഉള്ള ഒരു പ്രദേശത്താണ് കാട്ടാന കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക ഉണർത്തുന്ന കാര്യം. അത്രമാത്രം സ്ഥിതി രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സ്ഥലം എന്നുള്ളത്. അവിടെ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതെ ആനയെ വനത്തിനുള്ളിൽ നിർത്താനുള്ള സംവിധാനം ഒരുക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം വേണം, RRT സംഘത്തെ നിരീക്ഷണം വേണം, അല്ലെങ്കിൽ വനംവകുപ്പ് വാച്ചർമാരെ കൂടുതലായി നിയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത്തരം നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് മുമ്പും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ കാട്ടാനയെ കയറ്റിവിടുകയോ അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു സംവിധാനം ഒരുക്കാതെ വീണ്ടും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഇതിപ്പോ രാത്രി ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുമ്പോൾ പലപ്പോഴും ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യമാണ്. ഈ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വീട്ടിലേക്കൊക്കെ നാട്ടിലേക്കൊക്കെ എത്തുന്ന ആളുകൾ പലപ്പോഴും ഇത്തരത്തിൽ വന്യജീവികളുടെ മുമ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ
സ്വസ്ഥമായി ജീവിക്കാനാകാത്ത ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യജീവനം വില കൽപ്പിക്കണം, അതിന് പ്രാമുഖ്യം നൽകണം എന്നുള്ള ഒരു ആവശ്യം അത് സ്വാഭാവികമായും ന്യായമായ ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിലേക്കുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ള ആരോപണവും പരാതിയും ഇവർ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പ്രതിഷേധം വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ കരയ്ക്ക് കയറ്റണം, സ്വാഭാവികമായും കിണർ ഇടിക്കേണ്ടി വരും. JCB ഉപയോഗിച്ച് വഴി വെട്ടണം, വഴി വെട്ടി ആനയെ അവിടെ നിന്ന് കയറ്റണം. കയറ്റിയാൽ പിന്നെ എന്ത് എന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ജനങ്ങളുടെ ഒരു തീരുമാനം കൂടി പരിഗണിക്കേണ്ടി വരിക. കാരണം അവിടെ നിന്ന് ആനയെ പിടികൂടി മാറ്റണം എന്നൊരു ആവശ്യം സ്വാഭാവികമായും നാട്ടുകാർ ഉന്നയിക്കും. അത് നേരത്തെയും അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കാട്ടാനയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഭീതി പറ്റുന്ന കാട്ടാനകളെ അവിടെ നിന്ന് പിടികൂടി മാറ്റണമെന്നൊരു ആവശ്യം കാലങ്ങളായി നാട്ടുകാർ ഉന്നയിച്ചിട്ടുമുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് ആളുകൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് തീർച്ചയായും തുടർച്ചയായി വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും ഇപ്പോൾ ഇവിടെ ആനയെ കരയ്ക്ക് കയറ്റുക, രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു നടപടികൾക്ക് വനംവകുപ്പ് മുൻതൂക്കം കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ കയറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ അതിന് നാട്ടുകാർ വിഘാതമായി പറയുന്നത് മുൻപ് സമാന സംഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അന്ന് ആനയെ കരയ്ക്ക് കയറ്റിയെങ്കിലും കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ല. കാരണം വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുന്ന ഒരു പ്രദേശമാണ്. അവിടെ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ വന്യജീവി ശല്യത്തിനായിട്ടൊരു ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ കരയ്ക്ക് കയറ്റുന്നതിന് മുൻപ് അത്തരം നടപടികൾ വേണം, അതിന്റെ പ്രഖ്യാപനങ്ങൾ വേണം, ഉറപ്പുകൾ വേണം എന്നുള്ളൊരാവശ്യം കൂടിയാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ കൂടി സ്ഥലത്തുണ്ട്. ഇനി വനം വകുപ്പ് നാട്ടുകാരുമായൊക്കെ ചർച്ച നടത്തി ഒരു രമ്യതയിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും ഈ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.